വെൽഡർ ട്രേഡിലെ oxy-acetylene ഗ്യാസ് കട്ടിംഗ് ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ ആർ റിക്വയർഡ് ടു ഓക്സിഡൈസ് 1 kg ഓഫ് അയൺ കംപ്ലീറ്റ്ലി? oxy-acetylene കട്ടിങ്ങിൽ മെറ്റൽ കട്ടാവുന്നത് മെൽറ്റ് ചെയ്തിട്ടല്ല, ഓക്സിഡേഷൻ സംഭവിച്ചിട്ടാണ്. ഹീറ്റായൊരു മെറ്റലിൻ്റെ മുകളിലേക്ക് പ്യുവർ ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ മെറ്റൽ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സിഡൈസ് ചെയ്യും, എന്നിട്ട് കട്ട് ചെയ്യും. സോ 1 kg ഓഫ് അയൺ കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ 300 liters ഓഫ് ഓക്സിജൻ ആവശ്യമുണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഫോർ പ്രീ ഹീറ്റിംഗ് ബിഫോർ ഗ്യാസ് കട്ടിംഗ്? കട്ടിംഗ് ഓക്സിജൻ കൊടുക്കുന്നതിന് മുമ്പ് മെറ്റലിനെ പ്രീ ഹീറ്റ് ചെയ്യണം. പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി oxy-acetylene ഫ്ലെയിമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ന്യൂട്രൽ ഫ്ലെയിമാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ക്യാൻ കട്ട് യൂസിങ് oxy-acetylene ടോർച്ച്? oxy-acetylene കട്ടിംഗ് ഉപയോഗിക്കുന്നത് ഫെറസ് മെറ്റൽ കട്ട് ചെയ്യാനാണ്. നോൺ ഫെറസ് മെറ്റൽ അലൂമിനിയം, കോപ്പർ നിക്കൽ അലോയ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതുപോലുള്ള മെറ്റീരിയൽ ഒന്നും കട്ട് ചെയ്യാൻ ഉപയോഗിക്കാറില്ല. കാരണം ഓക്സിഡേഷൻ കൃത്യമായിട്ട് നടക്കില്ല, അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ കാർബൺ സ്റ്റീലാണ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാസ്റ്റ് അയൺ ഈസ് ഡിഫിക്കൽട്ട് ടു കട്ട് ബൈ ഗ്യാസ് കട്ടിംഗ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ്. ഇനി കാസ്റ്റ് അയണിൻ്റെ കേസ് എടുത്താൽ കാസ്റ്റ് അയണിനകത്ത് സിലിക്കണും ഗ്രാഫൈറ്റും ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഓക്സിഡൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഇതിൻ്റെ ആൻസർ സിലിക്കൺ ആൻഡ് ഗ്രാഫൈറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ഗ്യാസ് കട്ടിംഗ് ദ കട്ടിംഗ് നോസിൽ ഈസ് ഹെൽഡ് അറ്റ് ഡാഷ് വിത്ത് റെസ്പെക്ട് ടു വർക്ക് 30 degree, 90 degree, 60 degree, 45 degree. ആൻസർ ബി ആണ് 90 degree. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ഹോൾ ഇൻ ടിപ്പ് ഓഫ് കട്ടിംഗ് ബ്ലോ പൈപ്പ് ഈസ്. ഇപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കട്ടിംഗ് ബ്ലോ പൈപ്പിന് 2 തരം ഹോളുണ്ട്. ഒന്ന് സെൻട്രലിലെ ഹോള്, അത് കട്ടിംഗ് ഓക്സിജൻ പുറത്തേക്ക് വരാനുള്ള ഹോളാണ്. പിന്നെ ചുറ്റിലുള്ള ഹോള് പ്രീ ഹീറ്റിംഗ് ഗ്യാസ് പുറത്തേക്ക് വരാനുള്ള ഹോളാണ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സപ്ലൈ ഓക്സിജൻ ഫോർ കട്ടിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഗ്യാപ്പ് ഫോംഡ് ഓൺ മെറ്റൽ ബൈ ഗ്യാസ് കട്ടിംഗ്? ഗ്യാസ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഗ്യാപ്പിനെ നമ്മൾ കർവ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈസ് ഓഫ് കട്ടിംഗ് നോസിൽ യൂസ്ഡ് ഇൻ oxy-acetylene കട്ടിംഗ് പ്രോസസ് ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ. കട്ടിംഗ് നോസിലിൻ്റെ സൈസ് സെലക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ടും തിക്നെസ് ഓഫ് മെറ്റൽ ടു ബി കട്ടാണ്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോസിൽ സൈസ് ഓഫ് ഗ്യാസ് കട്ടിംഗ് ബ്ലോ പൈപ്പ് ഈസ് ഗിവൺ ബൈ. കട്ടിംഗ് ബ്ലോ പൈപ്പിൻ്റെ നോസിൽ സൈസ് നമ്മൾ പറയുന്നത് കട്ടിംഗ് ഓക്സിജൻ വരുന്ന ഹോളിൻ്റെ ഡയമീറ്റർ അനുസരിച്ചാണ്. അതേസമയം വെൽഡിംഗ് നോസിലിൻ്റെ സൈസ് നമ്മൾ പറയുന്നത് വോളിയം ഓഫ് ഗ്യാസ് കമ്മിങ് ഔട്ട് ഓഫ് നോസിലാണ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഡയമീറ്റർ ഓഫ് കട്ടിംഗ് ഓക്സിജൻ ഒറിഫൈസ്. കട്ടിംഗ് നോസിലും തിക്നെസ് ഓഫ് പ്ലേറ്റും കട്ടിംഗ് ഓക്സിജൻ പ്രഷറും തമ്മിലുള്ള ടേബിളാണിത്. ഇതിനകത്ത് 0.8, 1.2, 1.6 ഒക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കട്ടിംഗ് ഓക്സിജൻ വരുന്ന ഹോളിൻ്റെ അല്ലെങ്കിൽ ഒറിഫൈസിൻ്റെ സൈസാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ വാല്യൂസും പഠിച്ചു വെക്കാനൊന്നും പറ്റില്ലെങ്കിലും 0.8നും 1.2നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എങ്കിലും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഗ്യാസ് കട്ടിംഗ് ദ കട്ടിംഗ് ഓക്സിജൻ ഡെഫിഷ്യൻസി വിൽ ലീഡ് ടു. കട്ടിംഗ് ഓക്സിജൻ കുറവാണെങ്കിൽ മെറ്റൽ കട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, മെറ്റൽ ഫെയിൽ ടു കട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഗ്യാസ് കട്ട് പ്ലേറ്റ് ദ കട്ട് ഷോസ് ഗ്രൂവ്സ് ആൻഡ് ഹാസ് ഡീപ്പ് ഡ്രാഗ് ലൈൻ. ദിസ് ഈസ് ഡ്യൂ ടു. ഇത്തരത്തിലുള്ള ഡിഫക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാ ക്വസ്റ്റ്യനും ഒരേപോലെ ഉണ്ടാവും. സോ ഇവിടെ ആൻസർ വരുന്നത് ടിപ്പ് ടു ക്ലോസ് ടു കട്ട് സർഫസ് ആണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഗ്യാസ് കട്ടിംഗ് ദ കട്ട് ഈസ് ഹൈ ക്വാളിറ്റി ഓൾദോ ദർ ഈസ് സം സർഫസ് റഫ്നെസ് കോസ്ഡ് ബൈ വെർട്ടിക്കൽ ഡ്രാഗ് ലൈൻ. ദിസ് ഈസ് ഡ്യൂ ടു. കട്ട് ക്വാളിറ്റി ഉണ്ടെങ്കിലും സം സർഫസ് റഫ്നെസ് വരുന്നു. അതിൻ്റെ കാരണം സ്ലോ കട്ടിംഗ് സ്പീഡാണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു മച്ച് ഓഫ് പ്രീ ഹീറ്റിംഗ് കോസസ്. പ്രീ ഹീറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ കട്ട് ഷോസ് റൗണ്ടഡ് ടോപ്പ് എഡ്ജ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്യാസ് കട്ട് ഫേസ് ഓഫ് മെറ്റൽ ഷോസ് പ്രഷർ മാർക്ക് ഓർ ഗോജസ്. ദിസ് ഡിഫക്റ്റ് ഈസ് ഡ്യൂ ടു. പ്രഷർ മാർക്ക് ഉണ്ടാവാനുള്ള കാരണം കട്ടിംഗ് ഓക്സിജൻ കൂടുതലായതുകൊണ്ടാണ്. സോ ടു മച്ച് ഓഫ് കട്ടിംഗ് ഓക്സിജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ബ്ലോ പൈപ്പ് ഈസ് മൂവ്ഡ് ടു ആൻഡ് ഫ്രോ ഫ്രീക്വൻ്റ്ലി വൈൽ കട്ടിംഗ് ദ കർവ് വിൽ. ബ്ലോ പൈപ്പ് ടു ആൻഡ് ഫ്രോ ഫ്രീക്വൻ്റ് ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കർവ് വൈഡൻ ചെയ്യും അല്ലെങ്കിൽ മോർ ആവും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ കട്ടിംഗ് എ സർക്കുലർ പ്രൊഫൈൽ ഇൻ എ സ്റ്റാറ്റിക് ഗ്യാസ് കട്ടിംഗ് മെഷീൻ വാട്ട് വിൽ ബി ദ ഫോർമുല ഫോർ ഫൈൻഡിങ് റേഡിയസ് ഓഫ് ഇൻറ്റേർണൽ ടെംപ്ലേറ്റ്? സ്റ്റാറ്റിക് ഗ്യാസ് കട്ടിംഗ് മെഷീനിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്യാസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യും. അപ്പോൾ സർക്കുലർ ടെംപ്ലേറ്റിന് റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് റേഡിയസ് ടു ബി കട്ട് പ്ലസ് റേഡിയസ് ഓഫ് ഫോളോവർ പ്ലസ് വിഡ്ത്ത് ഓഫ് കർവ് ബൈ 2. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
ഇത് ഇൻറ്റേർണൽ ടെംപ്ലേറ്റിന് വേണ്ടിയുള്ളതാണ്. ഇനി എക്സ്റ്റേണൽ ടെംപ്ലേറ്റിന് വേണ്ടിയാണെങ്കിൽ ഓപ്ഷൻ സി റേഡിയസ് ടു ബി കട്ട് മൈനസ് റേഡിയസ് ഓഫ് ഫോളോവർ പ്ലസ് വിഡ്ത്ത് ഓഫ് കർവ് ബൈ 2 ആയിരിക്കും. താങ്ക് യു.